അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഈവനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് റമദാൻ നോമ്പാണല്ലോ, ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞാൻ ഇന്ന് തലശ്ശേരി മലബാർ സ്നാക്കായിട്ടുള്ള എന്താ പറയുക, ഉന്നക്കായ് എന്ന് പേരൊക്കെ അത് പെട്ടെന്ന് തെറ്റും, അതല്ലെങ്കിൽ ക്ഷമിച്ചാളാം. ഉന്നക്കായ്ക്കുള്ള തേങ്ങൻ്റെ ആ പണ്ടുണ്ടല്ലോ ഉള്ളിൽ വെക്കുന്നത്, അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ചില ആൾക്കാർ ഇത് ഗ്രൈൻഡറൊക്കെ അരച്ചിട്ടെടുക്കും. ഞാൻ ഇങ്ങനെയാണ് ഈ ഉന്നക്കായ്ക്കുള്ള ഇതാക്കുക. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, കായ് ഇല്ലേ, നേന്ത്രപ്പഴം വന്നിട്ട് മുറിച്ചിട്ടിട്ട് കുറച്ച് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കണം. എന്നിട്ട് തേങ്ങ 1/2 kg ഒക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം മധുരത്തിൽ. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ മുട്ട ഇടാണ്ടും ആക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ചിക്കനൊക്കെ എയർ ഫ്രയറിൽ വെച്ചു. അപ്പോൾ അടുത്ത് നാസ്തക്ക് നമുക്ക് രാത്രി കഴിക്കണമല്ലോ, അപ്പോൾ അതിനുള്ള ദോശയാണ് ഉണ്ടാക്കുക. നമ്മൾ അധികവും ഇരുന്ന് രാത്രി കഴിക്കേണ്ട ഫുഡൊക്കെ ഈ നെയ്ക്കടി എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ അരി ഭക്ഷണമാണ് അധികം ഉണ്ടാക്കുക. എന്താ വെച്ചാൽ നോമ്പ് തുറന്നിട്ട് നമ്മൾ രാത്രി ചില വീട്ടിലൊന്നും കഴിക്കില്ല. നമ്മൾ വീട്ടിൽ തീരെ ഇപ്പോൾ കഴിക്കുന്നില്ല, വെറുതെ ഉണ്ടാക്കിയിട്ട് ഈ ദോശയൊക്കെ ഇങ്ങനെ ഉപ്പയെല്ലാം ഉണ്ടാവുമല്ലോ, അവരൊക്കെ കഴിക്കും. അപ്പോൾ നോമ്പ് തുറന്നാൽ ഉമ്മയൊന്നും വെള്ളമൊന്നും കുടിച്ചാൽ ആർക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ പതിവ് പോലെ എന്നും ഉണ്ടാക്കും. അതൊരു ശീലങ്ങളല്ലേ അല്ലേ. അപ്പോൾ ഇങ്ങനെ വീട്ടിലെല്ലാം നോമ്പെല്ലാം എടുത്ത് എങ്ങനെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇന്ന് നോമ്പ് കുറച്ച് ലേറ്റായിപ്പോയി എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ. നിങ്ങൾക്കറിയാമല്ലോ, നോമ്പ് സ്വാഭാവികമായിട്ട് വീട്ടിൽ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ സാൻഡ്വിച്ച്, അപ്പം നമ്മൾ വെജിറ്റബിൾ ക്രീമി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീമി പാസ്ത വന്നിട്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള സോസാണ് ഉണ്ടാക്കുക. അപ്പോൾ ക്രീമി ആയിട്ടുള്ളത് ഉണ്ടാക്കണമല്ലോ. നമ്മൾ വലിയ ഇതൊന്നുമല്ല, നമ്മൾ സാധാരണ ക്രീമി പാസ്തയിൽ ഉണ്ടാക്കുന്നല്ലോ, അതിൻ്റെ മെത്തേഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇപ്പുറം ദോശ ചുടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ ചെയ്ത പോലെ ഇനിയുള്ള സപ്പോർട്ടൊക്കെ നിങ്ങൾ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് ഇങ്ങനത്തെ വീട്ടമ്മമാർക്ക് കുറച്ച് എന്താ പറയുക, എൻ്റെ ഒരു നിലയിൽ വരാൻ പറ്റുമോ, അവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു എന്താ പറയുക, കോൺഫിഡൻറ്റ് കിട്ടുക. അതാണ് ഗൈസ്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഇനി ഓപ്പൺ ചെയ്യുന്ന യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇനി തുടങ്ങിക്കോ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്തില്ലേ, മെയിനായിട്ട് ഈ നോമ്പ് സമയത്ത് തരിയാണല്ലോ, തരിക്കഞ്ഞ് ഭയങ്കര ചില വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ തരി കാച്ചാനുള്ള ചെമ്പടുപ്പത്ത് വെച്ചു. അപ്പോൾ 6 kg ആണ് മെയിനായിട്ട് വയ്ക്കേണ്ടത്. 6 kg വെച്ചിട്ട് അതിലെന്താ ഇടുന്നത്, അണ്ടിപ്പരിപ്പ് എന്ന് പറയില്ലേ, അത് മുന്തിരിയൊക്കെ ഇടും, ഉള്ളി ഒരു കഷ്ണം മുറിച്ചിട്ട് ആദ്യം ഇടും. അപ്പോൾ അതിട്ട് പാലൊഴിച്ച്, അപ്പം ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർക്കണം. അതിനുള്ള പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ ഏലക്കപ്പൊടി മസ്റ്റായിട്ട് ചേർത്തേണ്ട ഒരു കാര്യമാണ് ഈ ഏലക്കപ്പൊടി. അതിൻ്റെ സ്മെല്ല് കേൾക്കുന്നത് നല്ല ഇതാണ്. അപ്പോൾ സാൻഡ്വിച്ച് ഞാൻ ഇന്ന് ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഈ അച്ചിലാണ് ഉണ്ടാക്കുക. ഇത് കുറേ വർഷമായി കേട്ടോ എൻ്റെ അടുത്ത്. ഏകദേശം എനിക്ക് തോന്നുന്നു മേ ബി ഒരു 6 year അത്രത്തോളം ആയി. പക്ഷെ ഒന്നാനമായിട്ട് ചെറിയൊരു അഫോർഡബിൾ പ്രൈസാണ്. ചെറിയൊരു മീഷോയിലുണ്ട്, ഫ്ലിപ്കാർട്ടിൽ, എല്ലായിടത്തെയും വാങ്ങാൻ കിട്ടും. സാധാരണ പീടികയിലും ഉണ്ടാവും. പക്ഷെ നല്ലതാണ് ഇത് നമുക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. ഓയിലൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉന്നക്കായ ആദ്യം ഉരുട്ടിയതാണല്ലോ, ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഉന്നക്കായ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയായി. കുറേ നേരമായി ഗൈസ് വെയിറ്റ് ചെയ്യുന്നു, ഒന്നും അത് റെഡിയായി വരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, വേഗം ഇട്ടെടുത്തു. ഉമ്മ പറയുന്നു, ഉമ്മക്കെല്ലാം ഇങ്ങനെ ഭയങ്കര